ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സദ്യ റെസിപ്പീസിലെ മൂന്നാമത്തെ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഞ്ചിപ്പുളിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾക്ക് ഇഞ്ചിയുടെയൊക്കെ തൊലി നന്നായിട്ട് കളഞ്ഞിട്ടെടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ഇഞ്ചിപ്പുളി എന്ന് പറയുന്നതാണ് സദ്യയുടെ മെയിൻ ആയിട്ടുള്ളൊരു വിഭവം അല്ലേ. എല്ലാവരും നമ്മൾ ഇഞ്ചിപ്പുളി ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് അറിയാലോ. ഇതുപോലെ സദ്യയിൽ ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു സംഭവം കഴിച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചിപ്പുളി കഴിക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് തൊട്ട് കൂട്ടിയതിന് ശേഷമാണ് അടുത്തത് കഴിക്കണമെങ്കിൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ അതിനാണ് ശരിക്കും ഇഞ്ചിപ്പുളി നമ്മൾ സദ്യയിൽ വിളമ്പുന്നത്. അപ്പോൾ ഞാനിത് ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കുക. കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും എല്ലാം കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇച്ചിരി വലുതായതുകൊണ്ട് നന്നായിട്ടൊന്ന് ചെറുതാക്കിയിട്ട് മുറിക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇഞ്ചിയും ഇതേപോലെ തന്നെ ചെറുതായിട്ട് മുറിക്കണം. ഇതുപോലെ സ്ലൈസസ് ആക്കിയിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ മുറിച്ചതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. അഥവാ ഇങ്ങനെ മുറിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വലിയ പീസായിട്ട് മുറിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വറുത്തിട്ട് പിന്നെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താലും മതി. പക്ഷെ വറുത്തതിന് ശേഷം മാത്രം വേണം പൊടിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല കയ്പ്പായിട്ട് തോന്നും നമ്മുടെ ഇഞ്ചിപ്പുളിക്ക്. അപ്പോൾ ഞാനിത് ഇഞ്ചിയെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളകും കൂടെ ഇട്ട് ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുകയാണ്. ഇനി നമ്മൾക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാത്രം അടുപ്പിൽ വയ്ക്കാം. അതിന് ശേഷം ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇനി ഇത് നമ്മൾക്ക് എല്ലാം വറുത്തെടുക്കണം. ഇഞ്ചിയും കറിവേപ്പിലയും അതേപോലെ തന്നെ പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള ആ വെള്ളം ഉണ്ടല്ലോ അതെല്ലാം മാറി കിട്ടണം. പിന്നെ ഈ സമയം കൊണ്ട് നമ്മൾ പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ നാൾ ഇതുപോലെ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും, നല്ല ഫ്രൈ ആയിട്ട് കിട്ടുവാണെങ്കിൽ. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുക. അതേപോലെ തന്നെ കായത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് കുറച്ച് ഉലുവയുടെ പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുറച്ച് പുളിയും കൂടെ ഒഴിക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇനി നമ്മൾക്ക് ഇതിലോട്ട് വെള്ളം ഉണ്ടല്ലോ അത് ചേർക്കാം, ശർക്കര. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ പിന്നെ വീണ്ടും നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് കുറുകിയിട്ട് കിട്ടണം. ഒരുപാട് വെള്ളം പോലെ ആവാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും അത് കുറുകി കിട്ടിക്കോളും. അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുറുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചിപ്പുളിയാണ് റെഡി ആയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഈ ഓണത്തിന് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.